ഈശോ ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ഈ ശിഷ്യന്മാർ മുക്കുവരായിരുന്നു. ദർ മെൻഡിങ് നെറ്റ്സ്, വഞ്ചി ഇറക്കുകയും വല നെയ്യൊക്കെ ചെയ്യുന്ന സാധാരണ മുക്കുവരായ 4 ആൾക്കാരെയാണ് ഈശോ ആദ്യം വിളിക്കുന്നത്. ഈശോ വിളിക്കുമ്പോൾ അവരങ്ങനെ ആയിരുന്നു. പക്ഷേ ഈശോയുടെ കൂടെ 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ അവരാരായി? വെറുതെ കടൽ മാത്രം അറിഞ്ഞുകൊണ്ട് ജീവിതം തീരേണ്ട ആൾക്കാർ പിന്നെ എത്രമാത്രം അറിവാണ് നേടുന്നത്? കർത്താവിൻ്റെ കൂടെ നടന്ന് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ്, മനുഷ്യരെക്കുറിച്ചുള്ള അറിവ്, ലോകത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ഇതിൽ പടിയായിട്ട് ഈ മനുഷ്യർ വളരുകയായിരുന്നു. അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ വഞ്ചി വലയൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പുറകെ പോയെന്താ? അറിവ് തേടിയുള്ള യാത്രയാണ്, വിശുദ്ധി തേടിയുള്ള യാത്രയാണ്, പുതിയ മേച്ചിൽപ്പുറങ്ങളിലൊക്കെ പോവാണ്, ഇതുവരെ കാണാത്ത കാഴ്ചകളിലൊക്കെ ഈ മനുഷ്യർ ഇറങ്ങി പോവാണ്. അങ്ങനെയാണ് മനുഷ്യർ വലുതാവുന്നത്, അങ്ങനെയാണ് അവരുടെ ബ്രെയിൻ വലുതാവുന്നത്, അങ്ങനെയാണ് അവർ ഈ ലോകത്തെ മഹാന്മാരായിട്ട് മാറുന്നത്. ഈ 4 ശിഷ്യന്മാർ പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇവരിങ്ങനെ പേടിയില്ലാതെ രാജാക്കന്മാരുടെ മുമ്പിൽ ചെന്ന് പോലും അറിവോടുകൂടി സംസാരിക്കാനുള്ള ധൈര്യം അവിടെ നിന്ന് കിട്ടിയേ അത് ഈ അറിവിൽ നിന്ന് ആ അറിവ് നൽകുന്ന കരുത്തുണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട. ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ഇതുപോലെ അറിവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അറിവിനെ തോൽപ്പിക്കാനാവില്ല. ആയുധം, ഏറ്റവും വലിയ ആയുധം അറിവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷയുടെ കാലമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം പഠിച്ച കാര്യങ്ങൾ പെർഫോം ചെയ്യാനുള്ള സമയമാണ്. വളരെ ഒരുക്കത്തോടു കൂടി, വളരെ ആഗ്രഹത്തോടു കൂടി നമ്മളത് ചെയ്യണം. കാരണം ഓരോ പടിയായിട്ട് നമ്മളിങ്ങനെ അറിവിൽ വളർന്നു എന്നെന്ന് പറയാം. ലോകത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ബിൽ ഗേറ്റ്സ് പറയുന്നൊരു കാര്യമുണ്ട്: ഇഫ് യു ആർ ബോൺ പുവർ ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് ഇഫ് യു ഡൈ പുവർ ഇറ്റ്സ് എ മിസ്റ്റേക്ക്. നമുക്ക് എന്ത് വലിയ ബ്രെയിനുണ്ട്, നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചു, ഇതൊന്നുമല്ല നമ്മുടെ വീട്ടിൽ എത്ര പൈസയുണ്ട്, അതൊന്നുമല്ല നമ്മുടെ ലൈഫിൻ്റെ ഓറിയൻറ്റേഷൻ തീരുമാനിക്കുന്നത്, നമ്മുടെ ലൈഫിൻ്റെ എൻഡ് തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ വളരെ മോശം സാഹചര്യത്തിലായിരിക്കാം, സാമ്പത്തികമായിട്ട് വിഷമങ്ങളുണ്ട്, നല്ലൊരു സ്കൂളിലായിരിക്കില്ല, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഒരു കാരണമാക്കരുത്. കാരണം ടു ഡൈ പുവർ ഈസ് യുവർ മിസ്റ്റേക്ക്. നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് കണ്ടെത്തിയത്, എന്തുമാത്രം നമ്മൾ പ്രയത്നമിട്ട്, എന്തുമാത്രം അറിവിനെ തേടി നടന്നു എന്നുള്ളത് വിഷയമാണ്. അതുകൊണ്ട് മക്കളെ, നമുക്ക് അറിവ് തേടി പോവാം. അറിവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ.